നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 502. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 502. ശ്രീകൃഷ്ണ ലീലാകാന്ഡം എന്നുള്ള ഭാഗത്തിലാണ് അപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ സർഗം, ശ്രീകൃഷ്ണ ലീലാകാന്ഡത്തിലെ ഒന്നാമത്തെ സർഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശ്രീകൃഷ്ണ കഥാമാഹാത്മ്യം, കംസൻ്റെ രാജഭരണം, ഭൂമിദേവിയുടെ സങ്കടം, അവതാര പ്രതീക്ഷ ഇത്യാദി ഹെഡിങ്ങാണ്. അതിൽ ഒരു എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിലെ 7ാമത്തെ ശ്ലോകം പറഞ്ഞ് നിർത്തി. അതെന്തായിരുന്നു? നോമ്പ് ഈട്ടിയുടൽ വാട്ടിയും പ്രകൃതി തൻ തത്വം തിരിഞ്ഞെണ്ണിയും വെമ്പിക്കൊണ്ടു വലഞ്ഞിടേണ്ട ഭഗവാൻ വ്യാസന്റെ നാട്ടിങ്കൽ നാം മാൻ പേറും വജ്രകാമിനി മണികൾ തൻ മാർത്തട്ടിൽ മിന്നും മറക്കാമ്പിൽ കാമ്യകഥാമൃതത്തിൽ ഇനിമേൽ കാതൊന്നണച്ചാൽ മതി. വളരെ കാവ്യഭാഷയിലാണ് പ്രസൻറ്റേഷൻ, മനസ്സിലായില്ലേ? അതിനെപ്പറ്റി നമ്മൾ വിസ്തരിച്ച് ഇന്നലെ പറയണ്ടായി. അപ്പോൾ ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകമാണ് നോക്കേണ്ടത്. പുണ്യാത്മാക്കൾ അലിഞ്ഞ മന്ദമധുരം പാടുന്നത് എത്രയോ കർണങ്ങൾക്ക് പവിത്രമായ പരമാനന്ദം വളർത്തുന്നതായി. ദഹിക്കില്ല, ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ല. പുണ്യാത്മാക്കളിൽ അലിഞ്ഞ മന്ദമധുരം പാടുന്നതാ എത്രയോ കർണങ്ങൾക്ക് പവിത്രമായ പരമാനന്ദം വളർത്തുന്നതായി. എന്നല്ലീ ഭവരോഗം ഒക്കെ ഉടൻ മാറ്റുന്നതായും. അത് മാത്രമല്ല, ആനന്ദത്തിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, എന്നല്ല ഭവരോഗം ഒക്കെ ഉടൻ മാറ്റും. ഭവരോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഭാവന, സാങ്കല്പികമായി നാളെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഭവസാഗരം എന്ന് പറയുക. നമ്മൾ തന്നെ മനസ്സാകുന്ന യന്ത്രം കൊണ്ട് ഒരു വലിയ സമുദ്രം ഉണ്ടാക്കുകയാണ്, എന്നിട്ട് കര കാണാൻ സാധിക്കണില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മൾ കരയാ ചെയ്യണത്. അതാണ് ഈ ഭവസാഗരം, മനസ്സിലായില്ലേ? അപ്പോൾ എന്നല്ലീ ഭവരോഗമൊക്കെ ഉടൻ മാറ്റുന്നതായും വിളങ്ങുന്ന കൃഷ്ണകഥാമൃതം രുചിയതിൽ തത്തോന്നുന്നതേ ഭാഗ്യമാം. ശ്രീകൃഷ്ണ കഥാമൃതത്തിലെ രുചി തോന്നുന്നത് ഭാഗ്യമാണ്. എന്താണ് LUCK? ലക്ക് എന്ന് പറഞ്ഞാൽ ഭാഗ്യം. അത് ലോട്ടറി എടുത്തിട്ട് മാതിരല്ല. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രന്ഥം വാങ്ങി വെച്ച് വായിക്കാൻ തുടങ്ങിയാൽ ഭാഗ്യം ഉദയായി. ഭൂമാവേന്തി വിളങ്ങിടുന്ന ഭഗവാൻ. ഭൂമാവ് എന്ന് പറഞ്ഞാ ഈ ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ ഏന്തി വിളങ്ങിയിടുന്ന ഭഗവാൻ വ്യാസന്റെ തൃക്കാൽക്കൽ വീണ് ഈ മന്ദാഗ്രണി മറ്റൊരുവനും. വ്യാസരുടെ പാതാരവിന്ദത്തിൽ നമ്മൾ വീഴണം. കാരണം എന്താ? അദ്ദേഹമാണ് തൂലിക ചലിപ്പിച്ച് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് 18 പുരാണങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ വേദങ്ങൾ ഉപനിഷത്തുകളൊക്കെ. അപ്പോൾ ഭൂമാവ് ഏന്തി വിളങ്ങിയിടുന്ന ഭഗവാൻ വ്യാസന്റെ തൃക്കാൽക്കൽ വീണ് ഈ മന്ദാഗ്രണി മെല്ലെ മറ്റൊരുവനും കേൾക്കാതെ അപേക്ഷിക്കയാം. എന്താ അപേക്ഷിക്കണത്? എല്ലാവരും ഇത് കേൾക്കണേ, നിങ്ങൾ സ്വയം രക്ഷപ്പെടുൻ. ശ്രീമൽ ഭാഗവതം കുറച്ചൊരു മണിപ്പൊൻതൂവലായി കൈ പിടിച്ച മട്ടെന്നെഴുതിച്ചിടേണം അലിവേറിയിടും ത്രിലോകി ഗുരു. അതായത് ജാഗ്രത സ്വപ്ന സുഷുപ്തിക്ക് അതീതമായിട്ടുള്ള ഒരവസ്ഥയാണ് തുരീയാവസ്ഥ. അതിനാണ് സമാധി എന്ന് പറയാം. ആ സമാധിയിൽ എഴുതിച്ചിടേണം അലിവേറിയിടും ത്രിലോകി ഗുരു. ഇതിനൊക്കെ ഈ മൂന്നിലും
ജാഗ്രത സ്വപ്ന സുഷുപ്തിയിൽ സാക്ഷിയായിട്ടിരിക്കുന്ന ചൈതന്യം ആണ് നമ്മൾ തുര്യത്തിലേക്ക് എത്തേണ്ടത്. അപ്പം അതിനെന്ത് വേണം? ശ്രീമദ് ഭാഗവതം കുറിച്ചൊരു മണി പൊൻതൂവലാൽ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തൂലിക ഉണ്ടല്ലോ, ആ തൂലിക പൊൻതൂവലാൽ കൈ പിടിച്ച് ആമട്ടെന്നെഴുതിച്ചിടേണം മകിൽ അലിവേറിടും ത്രിലോകി ഗുരു. പിന്നെ 10ാമത്തെ ശ്ലോകം. പാടുന്നേൻ ഇനിയൊട്ടു ഞാൻ വ്രജമണി കുഞ്ഞിൻ്റെ തൃക്കാലടി. ഞാനിതാ പാടാൻ പോകുന്നു. എന്താ? ശ്രീകൃഷ്ണ കഥാമൃതം പാടാൻ പോവാണ്. പാടുന്നേൻ ഇനിയൊട്ട് ഞാൻ വജ്രമണിക്കും നിന്റെ തൃക്കാലടി പാടോർത്ത് വരും ആസ്വദിച്ചിടണം ഗോവിന്ദ ലീലാമൃതം. ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ തൃക്കാലടികൾ പതിഞ്ഞ ഗോകുലത്തിൽ ഉള്ളവർക്ക് ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം നമുക്കും കിട്ടണം. പാടുന്നേൻ ഇനിയൊട്ടു ഞാൻ വജ്രമണി കുഞ്ഞിൻ്റെ തൃക്കാലടി. വ്രജത്തിലെ സ്ത്രീമണികളുണ്ട്. ദേവസ്ത്രീകളെക്കാൾ ഭംഗിയും ആഢ്യത്വവും അറിവുമുള്ളവരാണവർ, ഗോപസ്ത്രീകൾ. അതാണ് വജ്രമണി കുഞ്ഞിൻ്റെ തൃക്കാലടി പാടോർത്ത് വരും ആസ്വദിച്ചിടണം ഈ ഗോവിന്ദ ലീലാമൃതം. ഈടേറും നിധിയാർന്നമർത്യ ഹൃദയം. ഈടേറും എന്ന് പറഞ്ഞാൽ കുറേ കാലം അല്ലേ, കുഞ്ഞിയ വയസ്സിൽ 4-5 വയസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾക്ക് 100 വയസ്സായാലും ഓർമ്മയുണ്ടല്ലോ. അതന്നെയാണ് ഗോവിന്ദ ലീലാമൃതം ഈടേറും നിധിയാർന്നമർത്യ ഹൃദയം. എന്താ അവിടെ? ഒരു നിധിയാർന്ന്, ഒരു നിധി കിട്ടിയ കൂട്ടത്തിലാണ് മനുഷ്യന്മാർക്ക്. ഹൃദയത്തിലുള്ള വെമ്പലുകളെ ഇല്ലാതെ കണ്ടാക്കാൻ ശ്രീകൃഷ്ണ കഥാമൃതത്തിനെ പോലെ വേറെ ഒരു മരുന്നില്ല. അതുകൊണ്ട് നോക്കാതെ പൂട്ടി കിടന്നിടും വാതിൽ തുറന്നിടുന്ന മധുരധ്വാനാം ജഗൽ പാവനം. എന്താ പറഞ്ഞത്? നോക്കിയിടാതെ പൂട്ടിക്കിടന്നിടും. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു വലിയൊരു കോട്ടവാതിലുണ്ട്, അതിങ്ങനെ പൂട്ടിയിടാൻ പാടില്ല, അതിനെ തുറന്നു വയ്ക്കണം. ശ്രീകൃഷ്ണ കഥാമൃതം മനസ്സിൽ ഇങ്ങനെ നിറയ്ക്കണം. അപ്പോൾ പാടുന്നേൻ ഇനിയൊട്ടു ഞാൻ വ്രജമണി കുഞ്ഞിൻ്റെ തൃക്കാലടി പാടോർത്ത് ഏവരും ആസ്വദിച്ചിടണം ഈ ഗോവിന്ദ ലീലാമൃതം. ഈടേറും നിധിയാർന്ന മർത്യഹൃദയം നോക്കാതെ പൊട്ടിക്കിടന്നിടും വാതിൽ തുറന്നിടുന്ന മധുരധ്വാനം ജഗൽ പാവനം. ഈ ശ്രീകൃഷ്ണൻ്റെ തിരുപാദപത്മത്തിൽ ഭക്തി ഉണ്ടായി ഗോവിന്ദൻ്റെ ലീലാവിലാസങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ പിന്നെ സ്കൈ ഈസ് ദി ലിമിറ്റ്. അതാണ് 11ാമത്തെ ശ്ലോകത്തിൽ ഇനി പറയാൻ പോണത്. പ്രേമത്തിൻ ഖനി പോലെയാം ഗുരുമരുൾ ഗേഹത്തിൽ മിന്നും പരൻ. ഗുരുവായൂരിൽ വാഴുന്ന ഭഗവാൻ, അല്ലെങ്കിൽ മനുഷ്യഹൃദയങ്ങളിൽ വാഴുന്ന ഭഗവാൻ പ്രേമത്തിൻ ഖനി പോലെയാം. വളരെ രസമായിട്ടാണ് പറഞ്ഞത്. പ്രേമത്തിൻ ഖനി നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ പറയും ഒരു ഇറ്റ് സ്നേഹം കിട്ടിയില്ല, ഞാൻ അതാ മരിക്കാൻ പോകണു, അല്ലെങ്കിൽ ഇന്ന ആൾ മരിച്ചതേ ഒരു ഇറ്റ് സ്നേഹം കിട്ടിയില്ല. സ്നേഹം ഘനീഭവിച്ച പ്രേമം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ വേറൊരാളുടെ സ്നേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തിനാണ് വഴക്കടിക്കണത്? നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ല, നിങ്ങൾ എന്നെ ബഹുമാനിച്ചില്ല, നിങ്ങൾ എന്നെ ആദരിച്ചില്ല. അബദ്ധജടിലമായിട്ടുള്ള വാക്കുകൾ അതൊക്കെ. അപ്പോൾ പ്രേമത്തിൻ ഖനി പോലെയാം ഗുരുമരുൾ ഗേഹത്തിൽ മിന്നും പരംധാമത്തെ ശരണീകരിച്ച് വിലസും ഗാണ്ഡില്യയോഗീശ്വരൻ. ശാണ്ഡില്യയോഗീശ്വരൻ ശ്രീമൽ ഭാഗവതത്തിൽ ഉർന്നൊഴുകിടും മാധുര്യം ഉള്ളാൽ നുകർന്ന്. ഈ മാധുര്യം ഉള്ളാൽ നുകർന്ന് മനസ്സുകൊണ്ട് നുകരാൻ സാധിക്കണം. ശ്രീമൽ ഭാഗവതത്തിൽ ഉർന്നൊഴുകിയിടും മാധുര്യമുള്ളാൽ നുകർന്ന് ഈ മട്ട് ഓതിടുവാൻ തുടങ്ങി ഭഗവൽ ഭക്താപദം സോത്തമൻ. ഭാഗവത ഭക്താപദം സോത്തമൻ. ഭാഗവത ഭക്തന്മാരിൽ അഗ്രഗണ്യൻ എന്നൊക്കെ അർത്ഥം പറയാം. പിന്നെ 12ാമത്തെ ശ്ലോകം. ഗംഗാതീരമണഞ്ഞിരുന്നു ജലപാനം പോലുമില്ലെങ്കിലും
ഗംഗയെന്ന് വെള്ളം കുടിക്കണത് തന്നെ മുക്തിയുള്ളതാണ്. അതിനേക്കാൾ മധുരമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ പരിപാവനാണ് ഭാഗവതം കേൾക്കുക എന്നുള്ളത്. അപ്പോൾ വെള്ളം കുടിക്കാതെ കണ്ട് കേൾക്കണം എന്നാണ് താല്പര്യം. ഗംഗാതീരമണിഞ്ഞിരുന്നു ജലപാനം പോലുമില്ലെങ്കിലും മങ്ങാതെ ആ മധുവൈരിതൻ, മധു എന്ന അസുരൻ്റെ വൈരി, മധുവൈരിതൻ ചരിത പീയൂഷം, ചരിത്രമാകുന്ന അമൃത ചരിത പീയൂഷം നുകർന്നിടുവാൻ എങ്ങാനും കുറയാതലിഞ്ഞൊരളുവാൻ, എങ്ങാനും എവിടെയാണെങ്കിലും കുറയാതലിഞ്ഞരുളുവാൻ, ഒട്ടും കമ്മി ഉണ്ടാവാൻ പാടില്ല. സ്നേഹാധിക്യം പ്രേമാധിക്യത്തിൽ വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ. കുറയാതലിഞ്ഞരുളുവാൻ അർത്ഥിക്കും ഉർവീഷനിൽ, അർച്ചിക്കും ഉർവീഷൻ ജഗത്പതി, ഉർവീഷനിൽ തുങ്കാമോദമിയെന്ന് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സ്നേഹപാരവശ്യങ്ങൾ അനുഭവിച്ച് മാമുനി ശുഖബ്രഹ്മർഷി പാടിയിടിനാൻ. ഞാൻ പാടുന്ന പാട്ട് ആര് പാടിയിട്ടുള്ളതാ? അതായത് അമരശ്ശേരി ഭട്ടതിരി പറയണു, സാക്ഷാൽ ശുഖബ്രഹ്മർഷി മാമുനി ബ്രഹ്മർഷി പാടിയിടിനാൻ. അതാണ് 13ാമത്തെ ശ്ലോകം. നാടൻ വാർത്തകൾ കൊണ്ടു തന്നെ പലരും നാൾ പോക്കിയും കൊണ്ട് അതിൻ, നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് പിച്ചും പെയ്യും പറഞ്ഞ് മറ്റുള്ളവൻ്റെ പോരായ്മകൾ പറഞ്ഞ് സമയം കളയണത് എന്തിനാ എന്നാ ചോദിച്ചത്. നാടൻ വാർത്തകൾ കൊണ്ടു തന്നെ പലരും നാൾ പോക്കിക്കും കൊണ്ട് അതിൻ കേടുപ്പൂകുവതോർപ്പതില്ല, അതിൻ്റെ കേട് ഉൾപ്പൂകുവതോർപ്പതില്ല. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളുടെയും നെഗറ്റിവിറ്റി ഉള്ളിലുള്ള ചൈതന്യത്തിനെ മറയ്ക്കണോ എന്നുള്ള വാസ്തവത്തെ നമ്മൾ മനസ്സിലാക്കണില്ല. വളരെ സങ്കടമുള്ള കാര്യമാണ്. ഭഗവാൻ ശ്രീഹരി തേജോപുഞ്ചമായി ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണം കൊണ്ട് സത്താമാത്രനായിട്ട്, അതായത് ഈ അന്ധക്കരണ വൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സ് അഹങ്കാരം ബുദ്ധി സത്ത്. അപ്പം സത്താമാത്രനാണ്, സത്തൻ ആണ് അദ്ദേഹം. നമ്മൾ ആ സത്താണ്. സത്തറിഞ്ഞാൽ നമ്മൾ സത്താവും. അതുകൊണ്ട് നാടൻ വാർത്തകൾ കൊണ്ടു തന്നെ പലരും നാൾ പോക്കുകയും കൊണ്ട് അതിൻ കേട്ടു പുൾപൂവതോർപ്പതിയിലാം കൊതിപൂണ്ട് ഈ മട്ട് പൈതാഹവും കൂടിത്തെല്ലറിയാതലിഞ്ഞ വിരതം. ഈ രാജർഷിയായിരിക്കുന്ന പരീക്ഷത്ത് നായാട്ടിന് പോയിട്ട് ജലപാനം ആവശ്യമായി ദാഹം പുറഞ്ഞ് ശമീക മഹർഷിയുടെ ആശ്രമത്തിൽ കയറി. അദ്ദേഹം ഗാഠസമാധിയിലാണ്. ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു. എന്താ തെറ്റിദ്ധരിച്ചത്? എന്നെ കണ്ട് കണ്ണും ചീമ്പിയിരിക്കുകയാണ്. അപ്പോൾ ദേഷ്യം വന്നിട്ട് ക്രോധാവേശത്തോടു കൂടി അടുത്ത് കിടക്കുന്ന ഒരു ചത്ത പാമ്പിനെ എടുത്ത് ഇദ്ദേഹത്തിന് കഴുത്തിൽ ആഭരണമായിട്ട് ഇട്ടു പോന്നു. അത് അദ്ദേഹത്തിൻ്റെ മകൻ അറിഞ്ഞ മകനാണ് ശപിച്ചത്. ഇന്ന് മുതൽ 7ാം നാൾ തക്ഷകദംശം ഏറ്റ് ഇദ്ദേഹം മരിക്കട്ടെ എന്നാ ശാപം. അപ്പോൾ ഇവിടെ ഗംഗാതീരത്തൊരു സ്തംഭം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ എല്ലാ വൈദികന്മാരെയും വിളിച്ച് വിശേഷപ്പെട്ട ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയും വിളിച്ച് ജലപാനം കഴിക്കാതെ കണ്ട് യാതൊരു എന്താ പറയുക ആയുരാരോഗ്യം കാത്തുരക്ഷിക്കുന്ന അന്നപാനാദികളെ ഇല്ലായ്മ ചെയ്ത് ആയിട്ടാണ് പരീക്ഷിച്ചത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഗംഗാതീരമണിഞ്ഞിരുന്നു ജലപാനം പോലുമില്ലെങ്കിലും മങ്ങാതെ ആ മധുവൈരിതൻ ചരിത പീയൂഷം നുകർന്നിടുവാൻ എങ്ങാനും കുറയാതലിഞ്ഞരുളുവാൻ അർത്ഥിക്കും മുർവീഷനിൽ. എങ്ങനെയെങ്കിലും ആ പരമാത്മാവിൻ്റെ ചൈതന്യത്തിനെ പറ്റി, അല്ലെങ്കിൽ ആ ചൈതന്യത്തിൻ്റെ ആ ശക്തിയുടെ എന്താണെന്നാ പറയുക, സുശോഭിതങ്ങളായ
മാർഗനിർദ്ദേശങ്ങൾ ഉപദേശങ്ങളായിട്ട് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അത് ഞങ്ങളെ ഗ്രഹിപ്പിക്കൂ. ഞങ്ങൾക്ക് ഇനി യോഗമായയുടെ വൈഭവത്തിൽ മുങ്ങിത്താഴാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നപാനാദി ക്ലേശമുണ്ട് എന്ന് വിചാരിക്കണ്ട. ഭഗവത് കഥകൾ യുക്തിസഹിതം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വിശപ്പും ദാഹവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എങ്ങാനും കുറയാതലിഞ്ഞരുളുവാനർത്ഥിക്കും മുർവീഷനിൽ രാജാവ് തുങ്കാമോദമിയെന്നു മാമുനിശുക ബ്രഹ്മർഷി പാടിയിടിനാൻ. നാടൻ വാർത്തകൾ കൊണ്ടു തന്നെ പലരും നാൾ പോക്കിയും കൊണ്ടതിൻ കേട് ഉൾപ്പൂവതോർപ്പതില്ല. കൊതിപൂണ്ടി ഈ മട്ട് പൈതാഹവും കൂടി തെല്ലറിയാതലിഞ്ഞ വിരിതം. വിശപ്പും ദാഹമുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. എന്നിട്ടോ പൈതാഹവും കൂടിതല്ലറിയാതലിഞ്ഞ വിരതം ശ്രീകൃഷ്ണലീലാമൃതം പാടിക്കേൾപ്പതിലിത്ര വെമ്പി വിലസും നീയേ മഹാഭാഗ്യവാൻ. ആർക്കാണ് ഭാഗവതം അറിയണം എന്ന് ആഗ്രഹിക്കുന്നത് അവർ ഭാഗ്യവാന്മാർ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പോൾ 13ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ആ നീളൻ ശ്ലോകങ്ങളൊന്നും ഒതുങ്ങി. ഇനി സാധാരണ ശ്ലോകങ്ങളാണ്. കേട്ടാലും കൃഷ്ണചരിതം കലികൽമഷനാശനം. കൃഷ്ണചരിതം കേട്ടാൽ തന്നെ പാപങ്ങൾ തീരുന്ന പറഞ്ഞത്. കേട്ടാലും കൃഷ്ണചരിതം കലികൽമഷനാശനം വിസ്തരിച്ചുര ചെയ്തിടാം വിഷ്ണു ഭക്താവതംസമേ. വിഷ്ണു ഭക്താവതംസമേ. ഏറെക്കാലം മുമ്പിൽ വെറും ലൗകിക ആഡംബരങ്ങളിൽ മയങ്ങി മാനവധനപതിക്കുന്നൊരു വേളയിൽ മയങ്ങി പതിക്കുന്നൊരു വീഴുന്ന ഒരു വേളയിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണ ഗുരുവായൂരപ്പാന്ന് വിളിക്കണം. അത്രേ ഉള്ളൂ. ഏറെക്കാലം മുമ്പിൽ വെറും ലൗകികാഡംബരങ്ങളിൽ മയങ്ങി മാനവൻ അധപ്പതിക്കുന്നൊരു ധനല്ല മയങ്ങി മാനവൻ അധപ്പതിക്കുന്നൊരു വേളയിൽ ദുഷ്ടഭൂപാലവേഷത്തിൽ പിറന്ന ബലദൈത്യരും. ദുഷ്ടഭൂപാലന്മാർ, രാജാക്കന്മാര്, അവരാരാ? പിറന്ന പല ദൈത്യരും. രാക്ഷസീയ ആസുരീയ ഭാവങ്ങളാണ് അവർക്കൊക്കെ. പരിപാലിക്കയാണെന്ന പേരിൽ മർദ്ദിച്ചു പാരിടം. ഞാൻ ഈ ഭൂമിയെ പരിപാലിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പേരിൽ മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത്. പറയണേല് മാധുര്യം ഉണ്ടെങ്കിലും കർമ്മത്തിൽ മാധുര്യമില്ല. പാതാളത്തിങ്കലാത്തിയിടാൻ ഉദ്ദേശിക്കുന്ന മാതിരി. എന്താ ഉദ്ദേശം? പാതാളത്തിലേക്ക് താഴ്ത്തുക. പാതാളത്തിങ്കലാത്തിയിടാൻ ഉദ്ദേശിക്കുന്ന മാതിരി ഭാവുകന്മാർക്ക് തോന്നിച്ചു ഭരണത്തിൻ്റെ രീതികൾ. ഭരണയന്ത്രം തിരിക്കുന്ന ആൾക്കാർക്ക് കാര്യഗൗരവമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ക്ഷമ തൊട്ടുള്ള ശൗശീലമുള്ളോർക്കെങ്ങും അനാദരം. ശ്രദ്ധിക്കണം. ക്ഷമ തൊട്ടുള്ള ശൗശീലമുള്ളോർക്കെങ്ങും അനാദരം. എന്തു ചെയ്യുവാൻ മടിക്കാത്ത ദുഷ്ടർക്കെമ്മട്ടിലും ജയം. ഈ ഭൂമിയിലെ സാത്വിക ഗുണനിധികളായിരിക്കുന്നവർക്ക് പലപ്പോഴും അപമാനങ്ങൾ സംഭവിക്കും. മാത്രമല്ല പുലഭ്യം പറഞ്ഞ് പരിഹസിക്കും. എന്തു ചെയ്യുവാൻ മടിക്കാത്ത ദുഷ്ടർക്കെന്മട്ടിലും ജയം. ദുഷ്ടത കൈമുതലായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ ജയിച്ചു കാണും. എന്താ കാരണം? കലിയുടെ വൈഭവം. അപ്പോൾ ചതി, വഞ്ചന, കൈക്കൂലി, കൊലപാതകം, ഏഷണി, പക തൊട്ടുള്ള പലതും പരന്നു പാരിലിങ്ങനെ എന്നും. ചതി, വഞ്ചന, കൈക്കൂലി, കൊലപാതകം, ഏഷണി, പക തൊട്ടുള്ള പലതും പരന്നു പാരിലങ്ങിനെ. ഉള്ളിൽ പേടിച്ചും അന്യോന്യം പുറം പുഞ്ചിരി തൂകിയും. ഉള്ളിൽ പേടിച്ചും അന്യോന്യം പുറം പുഞ്ചിരി തൂകിയും. പുറത്ത് ഉള്ളിൽ ഭയങ്കര ഭയമുണ്ട്. ജീവിതം എങ്ങനെ ജീവിക്കുക? പുറത്തേക്കോ കോളിനോസ് ചിരിക്കുന്നതായിട്ട് ഭാവിക്കും.
ജീവിച്ചിടേണ്ടതായി തന്നെ വന്നു മർത്യന്നു മന്നിതിൽ. എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ഒരു ധാർമ്മിക രീതിയിലെത്തി ജനങ്ങൾ. അപ്പോൾ ദുരഹങ്കാരിയാം കംസൻ അസംഖ്യം ദുഷ്ടഭൂപരെ സംഘടിപ്പിച്ചു മണ്ണാകെ നീർത്തിക്കാൽ ചോട്ടിൽ നിർദ്ധയൻ. തൻ്റെ സ്വന്തം കാലിൻ്റെ ചോട്ടിൽ ഭൂമിയിലുള്ള രാജാക്കന്മാരേനൊക്കെ എന്താക്കി? അടിമകളാക്കി. ദുരഹങ്കാരിയാം കംസൻ അസംഖ്യം ദുഷ്ടഭൂപരെ സംഘടിപ്പിച്ചു മന്നാകെ നിർത്തിക്കാൽ ചോട്ടിൽ നിർദ്ദയൻ. അധർമ്മകാര്യം ഈ വണ്ണം അരുതെന്നുര ചെയ്യുക. കംസ, ഇത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഉടനെ തലയുണ്ടാവില്ല, തപ്പി നോക്കാൻ കൈ ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അധർമ്മകാര്യം ഈ വണ്ണം അരുതെന്നുര ചെയ്യുകിൽ അച്ഛനെ പോലും അങ്ങോട്ട് പഠിപ്പിക്കും ദുരാശയൻ. കംസന്റെ അച്ഛൻ പറയണം, മോനെ ഇതൊന്നും ശരിയല്ലടാന്ന് പറഞ്ഞാലേ, അച്ഛ മിണ്ടാണ്ടിരുന്നോ, 3 നേരം ചോറ് തരുന്നില്ലേ, കഴിച്ച് മിണ്ടാണ്ടിരിക്കണം, അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല, അഭിപ്രായം പറയും വേണ്ടതാ. നിന്നിട്ട് പൊരിക്കുക, നിന്ന നിപ്പിലെ പൊരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എണ്ണയിൽ മുക്കിയെടുക്കുക നമ്മളതിനെ. നമ്മൾ പറഞ്ഞൊന്നും അവർ കേൾക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അധർമ്മകാര്യം ഈ വണ്ണം അരുതെന്നുര ചെയ്യുകിൽ അച്ഛനെ പോലും അങ്ങോട്ട് പഠിപ്പിക്കും. അച്ഛനെ പോലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹീ ഈസ് ദി ഗ്രേറ്റസ്റ്റ്. ഈ ലോകത്തിലെ പിതൃദേവോ ഭവ ഈസ് ദി ഗ്രേറ്റസ്റ്റ്. സുപ്രീം കോർട്ടാണ്, വേൾഡ് കോർട്ടാണ് അച്ഛൻ. അതറിയണം. സ്ഥാനം അമ്മയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തു വിചാരിച്ചാലും സത്യത്തിൽ മാതൃസ്ഥാനം ഉണ്ട് 1. പക്ഷെ അതിനേക്കാൾ 1 ആരാ ചോദിച്ചാൽ പിതൃദേവോ ഭവ. അച്ഛനെ ദൈവമായി കണക്കാക്കിയിട്ടുള്ളവരൊക്കെ നന്നാവും. അച്ഛനെ ഒരു മാംസപിണ്ഡമായി കരുതുന്നവർക്കൊക്കെ തെറ്റുപറ്റും ചെയ്യും. നല്ല സുസ്ഥി വരുന്നുണ്ട്. അപ്പോൾ പറയണോ, സത്യധർമ്മങ്ങൾ മങ്ങുന്ന നിയമങ്ങൾ ദിനം പ്രതി പുതുക്കി മേന്മ കാണിച്ചു പുകളെന്നോർത്തു ദാനവൻ. മൂപ്പര് ഓരോ ദിവസം അധർമ്മങ്ങൾ ഉത്ഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ധർമ്മത്തിനെ കാലിൻ്റെ ചോട്ടിൽ ചവിട്ടി പിടിച്ചു. ഇനി അധർമ്മങ്ങൾ വാഴട്ടെ എന്നായി. അതാണ് സത്യധർമ്മങ്ങൾ മങ്ങുന്ന നിയമങ്ങൾ. മങ്ങലേൽപ്പിക്കും. അപ്പോൾ പറയണു, സത്യധർമ്മങ്ങൾ മങ്ങുന്ന നിയമങ്ങൾ ദിനം പ്രതി പുതുക്കി മേന്മ കാണിച്ചു പുകളെന്നോർത്തു ദാനവൻ. തെറ്റിദ്ധരിച്ചു. ഇതാണ് ശ്രേയസ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. എന്നിട്ടോ മഹാത്മാക്കൾ നടന്നുള്ള മാർഗമാകെ വെടിഞ്ഞവൻ. ഇറ്റ്സ് സോ ഈസി. എന്ത്? വലിയ ആൾക്കാർ, നമ്മുടെ പൂർവീകർ നടന്ന പാതയിൽ കൂടെ നമ്മൾ നടന്നാൽ കാലിൽ മുള്ളുകൊള്ളില്ല. അല്ലെങ്കിൽ എന്തു പറ്റും? മുള്ളും കല്ലും കാലിൽ കീറും. അതന്നെ പറഞ്ഞത്. അപ്പോൾ സത്യധർമ്മങ്ങൾ മങ്ങുന്ന നിയമങ്ങൾ ദിനം പ്രതി പുതുക്കി മേന്മ കാണിച്ചു പുകളെന്നോർത്തു ദാനവൻ. മഹാത്മാക്കൾ നടന്നുള്ള മാർഗമാകെ വെടിഞ്ഞവൻ. പൂർവീകരെ നിയമബന്ധിതമായി ഉണ്ടാക്കിയിട്ടുള്ള വഴികളൊക്കെ അടച്ചു ഇദ്ദേഹം. ഞാൻ അവിടെ നിർത്തണം. സ്വരം നന്നാകുമ്പോൾ പാട്ട് തീർത്തിടം. ക്ഷീണം ബാധിക്കണം. എന്താ കാരണം? ഉച്ചയ്ക്ക് റെസ്റ്റില്ല, വേറൊരു വഴിക്ക് പോയി. ഇന്നലെ നെറ്റ് പ്രോബ്ലം കാരണം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ നഷ്ടം വന്നിട്ടുണ്ട്. അതേമാതിരി കാലത്ത് പാരായണം ഞാൻ ചെയ്തു, പക്ഷേ എനിക്കത് എയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി ഭാഗം നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.